ഭാഗമായിട്ടാണ് അമ്പലത്തിൽ കയറാൻ വേണ്ടിയുള്ള അനുവാദം മലയാളിക്ക് ലഭിക്കുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ ശശികല ടീച്ചറും കുമ്മനം രാജശേഖരൻ നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടൊന്നല്ല. ഈ നാട്ടിൽ അന്തസ്സുള്ള മനുഷ്യൻ നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. ആ അമ്പലവും പള്ളിയും എന്തേ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി? കേരളത്തിന്റെ മനസ്സ് വർഗീയവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിന്റെ മനസ്സ് വർഗീയവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. ഞാൻ ഹിന്ദുവാണ്, നീ ക്രൈസ്തവനാണ്, അവൻ ഇസ്ലാമാണ് എന്ന് പറയാൻ വേണ്ടി, അഭിനവ മലയാളിയെ പഠിപ്പിക്കാൻ വേണ്ടി വർഗീയ തീവ്രവാദ സംഘടനകൾ നമ്മുടെ പ്രദേശത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ജാഗ്രതയോടുകൂടി കാണണ്ടേ. മുംബൈയിലും ബാംഗ്ലൂരും ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ മലയഗാവിലുമടക്കം ബോംബുകൾ പൊട്ടി വർഗീയ കലാപത്തിന്റെ ഭാഗമായി മനുഷ്യർ മരിക്കുമ്പോ എന്തുകൊണ്ടാണ് കേരളത്തിന് മാത്രം ഒരു ബദൽ സൃഷ്ടിക്കുവാൻ വേണ്ടി സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി സാധിക്കാത്ത വിധത്തിൽ എന്തുകൊണ്ട് മലയാളി അതിനെ പ്രതിരോധിക്കുന്നു? അത് മലയാളിയുടെ മാത്രം മനസ്സിന്റെ പ്രത്യേകതയാ. മതേതര ബോധം നമുക്കുണ്ട്. ജാതിയോ മതമോ ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം വിശപ്പാണ് എന്ന ചിന്തയിൽ നിന്നാണ് ഈ മനുഷ്യൻ രാഷ്ട്രീയപരമായി നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്നത്. അവർക്കിടയിലേക്കാണ് ഇത്തരക്കാർ വന്ന് പറയുന്നത്. അമ്പലം എവിടെയെങ്കിലും CPM-കാരെ കുറിച്ച് പൊതുവെ പറയാ, ഈ CPM-കാരൊക്കെ വിശ്വാസികൾക്കെതിരാണ്, CPM-കാര് വിശ്വാസികൾക്കെതിരാണ് എന്നാണ് പറയാ. CPM-കാര് ഞങ്ങൾ ചോദിക്കട്ടെ, ചരിത്രത്തിൽ എവിടെയെങ്കിലും CPM-കാര് കമ്മ്യൂണിസ്റ്റുകാര് ഏതെങ്കിലും ഒരു അമ്പലം പൊളിച്ചു അല്ലെ പള്ളി പൊളിച്ചു എന്ന വാർത്ത എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരനായി UK കുഞ്ഞിരാമൻ തലശ്ശേരി കലാപത്തിൽ മുസ്ലിം പള്ളി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി രക്തസാക്ഷിയായി എന്ന വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പള്ളി സംരക്ഷിക്കാനും അമ്പലം സംരക്ഷിക്കുവാനും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാർ നിന്നിട്ടുള്ളത്. അല്ലാതെ പള്ളി പൊളിക്കുവാൻ വേണ്ടി, അമ്പലം പൊളിക്കുവാൻ വേണ്ടി ഞങ്ങൾ നിന്നിട്ടില്ല. ആരാ ഖുറാൻ കത്തിച്ചത്? ഖുറാൻ കത്തിച്ചത് നമ്മുടെ നാട്ടിലെ ലീഗുകാരാണല്ലോ. ഓണപ്പറമ്പിലെ മദ്രസ തകർത്ത്, പള്ളി തകർത്ത് ഖുറാൻ കത്തിക്കാൻ വേണ്ടി മടിയില്ലാത്തവരാണ് ഇസ്ലാം മത സ്നേഹികൾ എന്ന് പറഞ്ഞ് നമുക്കിടയിലേക്ക് വരുന്ന മുസ്ലിം ലീഗിന്റെ ആളുകളെ. ഹൈന്ദവരോട് സ്നേഹം പറഞ്ഞ ആളുകളാ. ശബരിമലയിലെ അയ്യപ്പനായി മാലയിട്ടൊരു ചെറുപ്പക്കാരനെ ബോംബ് എറിഞ്ഞിട്ട് അത് നിഷ്ഠൂരമായി വെട്ടിക്കൊന്നത് DYFയുടെ പ്രവർത്തകനാണ് എന്നതിന്റെ പേരിൽ. വിശ്വാസിയാണ്. 2 ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹിയ ആര്? തിരുവനന്തപുരത്ത് നാരായണനാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മധ്യവയസ്കൻ. അദ്ദേഹത്തെ വെട്ടിക്കൊന്നല്ലോ. 2 ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളാ. ഹൈന്ദവരോട് സ്നേഹമുള്ള ഈ വർഗാണ് ആ പണിയും എടുത്തിട്ടുള്ളത്. നമ്മുടെ നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് വർഗീയ സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ നമുക്കിടയിലേക്ക് വരുന്നത് എന്ന് നമ്മൾ കാണുക. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി നടക്കും. ശ്രീകൃഷ്ണ ജയന്തി നടക്കുമ്പോ 6 വയസ്സും 8 വയസ്സൊക്കെയുള്ള ചെറിയ മക്കള് കൃഷ്ണന്റെ വേഷവും കെട്ടി പോകുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ കാഴ്ച കാണുമ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷമാണ്. എന്നാൽ 8 മാസവും 10 മാസവും പ്രായമുള്ള കുഞ്ഞുങ്ങളെ എളിയിലിരുത്തി കൃഷ്ണവേഷം കെട്ടിച്ച് അമ്മമാർ പങ്കെടുക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിലാണ് അരയിൽ ബോംബും വാളും വെച്ച് സംഘപരിവാരത്തിന് നേതാക്കൾ സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിന്റെ മണ്ണ് കലാപഭൂമിയാക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംഘപരിവാരം എടുത്തിരിക്കുന്നു. തൊടുപുഴ ബൈഠക്ക് നടന്നപ്പോ ആ ബൈഠക്കിലെ തീരുമാനം എന്താ? ആ ബൈഠക്ക് തീരുമാനിച്ചിരിക്കുന്നു, ഈ കേരളത്തിന്റെ മണ്ണിൽ BJPക്ക് ആധിപത്യം ഉറപ്പിക്കണമെങ്കിൽ ഈ മണ്ണിൽ ഇതാ BJPക്ക് ആധിപത്യം ഉറപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അവിടെ വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാറാടിന്റെ മുറിവ് നമ്മുടെയൊന്നും മനസ്സിൽ നിന്ന് ഉടങ്ങിയിട്ടില്ല. മാറാട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു പ്രയാസമായി നിൽക്കുകയാണ്. ആ മാറാടിന് ശേഷം കേരളത്തിന്റെ മണ്ണിൽ എന്തുകൊണ്ടാണ് ഒരു വർഗീയ കലാപം തുടർന്ന് നടത്തുവാൻ വേണ്ടി ഇത്തരം സംഘങ്ങൾക്ക് സാധിക്കാതിരുന്നത്? അത് ഇടതുപക്ഷം പ്രതിരോധിക്കാൻ വേണ്ടി കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രല്ലേ. പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താ? ഖദറിട്ട കോൺഗ്രസുകാരെ കണ്ടാൽ പരസ്യമായി അവർ പറയുക, ഞങ്ങൾ മതേതരവാദികളാണ്, മതനിരപേക്ഷവാദികളാണ്. എന്നാൽ ഉമ്മൻചാണ്ടി അടക്കം ഈ പറഞ്ഞ ഖദറിന്റെ ഉള്ളിൽ കാവി കോണകം ധരിച്ച് നടക്കുകയാണ് എന്ന് തെളിയിക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾ കണ്ടല്ലോ.
തൊഗാഡിയ വന്ന് കോഴിക്കോട്ട് വന്ന് പ്രസംഗിച്ചല്ലോ. വർഗീയത ചുരത്തുന്ന, കലാപമുണ്ടാക്കുന്ന എല്ലാ വിധത്തിലുമുള്ള ആയുധങ്ങൾ പ്രഖ്യാപിച്ചു തൊഗാഡിയ കോഴിക്കോട് കടപ്പുറത്ത്. ആ തൊഗാഡിയക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കുവാൻ വേണ്ടി എങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്ക് സാധിക്കുന്നത്? എങ്ങനെ സാധിച്ചു? MG കോളേജിൽ പോലീസുകാർക്ക് നേരെ RSSകാർ അക്രമം നടത്തി. അങ്ങനെ അക്രമം നടത്തി പോലീസുകാരന് പരിക്കേറ്റു. ആ കേസ് പിൻവലിച്ച് RSSകാരെ രക്ഷപ്പെടുത്താൻ എന്റെ ഉമ്മൻചാണ്ടിക്ക് കൈക്കൂലി കൊടുത്തു നരേന്ദ്രമോദി. എങ്ങനെ സാധിക്കുന്നു? നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരടക്കം ഇപ്പൊ എന്താ ചെയ്യുന്നത്? BJP-കാരന്റെ പുറകെ പോവുക. ലീഗുകാരനോ? നമ്മുടെ വിചാരം, നമ്മുടെ ധാരണ ഈ ലീഗും കോൺഗ്രസും BJP-യും ഒക്കെ മൂന്ന് പാർട്ടിയാണെന്നല്ലേ? അങ്ങനെയൊന്നല്ല. മൂന്നും ഒരച്ഛൻ്റെ ഒരു അമ്മയുടെ മക്കളെ പോലെ തന്നെയാണ്. ഇവിടെ കോഴിക്കോട്ട് സോമയാഗം നടന്നപ്പോ ആ സോമയാഗ വേദിയിൽ വന്നിട്ടാണ് മലപ്പുറത്തെ ലീഗിന്റെ പ്രസിഡന്റ് സാദിഖലി വന്ന് കെട്ടിപ്പിടിച്ചത് ആരെ? രാംദേവിനെ, സംഘപരിവാരത്തിന്റെ നേതാവിനെ. ഗുജറാത്തിൽ ആയിരക്കണക്കിന് മുസ്ലിം സഹോദരന്മാരെ വെട്ടിക്കൊന്നപ്പോ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ നിമിഷമാണ് എന്ന് ആക്രോശിച്ചിട്ടുള്ള 9 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറിന് നേരെ തൃശൂലിറക്കി. ആ തൃശൂലം വലിച്ചു പുറത്തെടുത്തപ്പോ ആ തൃശൂലത്തിന്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭ്രൂണത്തെ കണ്ട് ഇതെന്റെ ജീവിതത്തിലെ മഹനീയമായ നിമിഷമാണെന്ന് ആനന്ദിച്ച രാംദേവിനെ പോലെയുള്ള മനുഷ്യന്മാരെ കെട്ടിപ്പിടിച്ച് ലീഗ് നേതാവ് നിൽക്കുമ്പോ കേരളത്തിലെ ജനങ്ങളോട്, മുസ്ലിം സഹോദരന്മാരോട് രാഷ്ട്രീയ വഞ്ചനയാണ് ഇവർ കാട്ടുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം. താമര ചിഹ്നത്തിൽ പിന്തുണ കൊടുക്കുന്നു. ആര്? BJP-ക്ക് പിന്തുണ ലീഗിന്റെ വക. അവിശുദ്ധമായ കൂട്ടുകെട്ട് കേരളത്തിൽ ഉണ്ടാവുന്നു. അവിശുദ്ധമായ കൂട്ടുകെട്ട് BJP-യും കോൺഗ്രസ് ലീഗും തമ്മിലുള്ളതാണ്. ഇവർ എന്താണ് നമ്മുടെ നാടിനെ ആക്കി തീർക്കാൻ വേണ്ടി പോകുന്നത്? ഇവർ ഈ നാടിന്റെ എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി പോവുക. കേരളത്തിൽ നടക്കുന്ന സമരങ്ങൾ നടത്തിയ പാരമ്പര്യമാണ് മലയാളിക്കുള്ളത്. അങ്ങനെ സമരം നടത്തുന്നവരെ ജയിലിലടക്കുക, പ്രതിഷേധ പ്രകടനം നടത്തിയാൽ പോലും ഗുണ്ട ആക്ടിൽ ഉൾപ്പെടുത്തി ജയിലിലടക്കുക, നാട് കടത്തുക. ഇതാണല്ലോ നമ്മുടെ നാട്ടിലെ പോലീസ് നയം. കയ്യിൽ വടിവാളും പിടിച്ച് പരസ്യമായി റോഡിലൂടെ സംഘപരിവാരം നടന്നാൽ പോലും കേസില്ല. DYFI-കാരൻ എവിടെയെങ്കിലും സമരം നടത്തിയ അവിടെ കേസായി അവരെ നാട് കടത്താനുള്ള തീരുമാനമായി. കേരളത്തിലെ മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളെ കുറിച്ച് പറയാതെ പോവാതിരിക്കാൻ പറ്റില്ല. എന്താണ് മാധ്യമങ്ങളുടെ ധർമ്മം? രാജഭരണത്തിലും പട്ടാള ഭരണത്തിലും രാജാവും പട്ടാളവും പോലീസും ചെയ്യുന്ന ഉത്തരവാദിത്വം എന്താണോ അതാണ് ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഇവിടുത്തെ പോലീസിന്റെ മാധ്യമത്തിന്റെ ഉത്തരവാദിത്വം. ആ മാധ്യമത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന തലത്തിലായിരുന്നല്ലോ. നമ്മുടെ എല്ലാം ചിന്തകളെ വിലക്കെടുക്കുകയാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും. നമ്മുടെ ചിന്തകളെ വിലക്കെടുക്കുക. ഇവിടെ എവിടെയെങ്കിലും ഒരു പട്ടി ചത്താൽ ആ പട്ടി ചത്ത പട്ടിയുടെ അടുത്ത് ഏതെങ്കിലും ഒരു CPM-കാരനുണ്ടെങ്കിൽ പിറ്റേ ദിവസം വാർത്ത വരും, CPM-കാരൻ ഒരു പാവം പട്ടിയെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട്. അതാണ് നമ്മുടെ നാട്. മറിച്ചോ CPM-കാരൻ എവിടെയെങ്കിലും കൊല്ലപ്പെട്ടാലോ, CPM-കാരന് DYFI-കാരനും കൊല്ലപ്പെട്ട കേരളത്തിൽ ഒരു മാധ്യമത്തിന് വാർത്തയല്ല, ഒരു ചാനലും ചർച്ച ചെയ്യില്ല, ഒരാളും നമ്മളെ ചിന്തിപ്പിക്കില്ല. ഏതാണ്ട് 1 മാസം മുമ്പാണ് കാസർഗോഡ് ജില്ലയിൽ മുരളി എന്ന ചെറുപ്പക്കാരനെ അതിനിഷ്ഠൂരമായി സംഘപരിവാരം പൊട്ടിക്കൊന്നത്. ആ മുരളിയുടെ 8 മാസം പ്രായമുള്ള അമ്മാളു എന്ന് പറയുന്ന മകളുടെ മുഖം നിങ്ങൾ ഏതെങ്കിലും ചാനലിൽ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴും കണ്ണീര് തോരാത്ത മുരളിയുടെ വിധവയുടെ മുഖം നിങ്ങൾ ഏതെങ്കിലും ചാനലിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഏഷ്യാനെറ്റും ഇന്ത്യ വിഷനും ഒരു ചാനൽ മലയാള മനോരമ ന്യൂസും ഒന്നും കാസർഗോഡേക്ക് പോയിട്ടില്ലല്ലോ. ഇപ്പോഴും വടകരയിലെ TP-യുടെ പ്രേതം വിട്ടുപോകാത്ത ചാനലുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. 10,000-കണക്കിന് വരുന്ന DYFI-യുടെ CPM-ന്റെ പ്രവർത്തകർ. ഈ കേരളത്തിന്റെ മണ്ണും മനസ്സും സംരക്ഷിക്കാൻ നമ്മുടെ പൂർവികന്മാർ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നാം നേടിയെടുത്തിട്ടുള്ള ഈ നാടിന്റെ എല്ലാ വികസന നേട്ടങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി പോരാടുമ്പോ അവരെ വെട്ടി ഇല്ലാതാക്കാം, ആക്രമിക്കാം എന്ന ധാരണയോടുകൂടിയാണ് കുറെ ആളുകൾ വരുന്നത്. പക്ഷെ മലയാളി പ്രതിരോധിക്കണം. മലയാളി എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസോ BJP എന്നല്ല ഞങ്ങൾ പറയുന്നത്. മലയാളികൾ പ്രതിരോധിക്കണം. നമ്മുടെ മനസ്സെങ്ങനെയാണ്? മലയാളിയുടെ മനസ്സെങ്ങനെയാണ്?
ഇതുപോലെ മതേതര ബോധമുള്ള ഒരു സമൂഹത്തെ ലോകത്തെവിടെയും കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ മലയാളിയെ കുറിച്ച് പറയും. അതാണ് മലയാളിയുടെ പാരമ്പര്യം. ക്രിസ്തുമസ് വന്നാൽ ഇതാ ക്രിസ്തുമസിന്റെ വിളക്ക് ഹൈന്ദവന്റെ വീട്ടിൽ തൂക്കാൻ വേണ്ടി പാടില്ല എന്ന ശശികല ടീച്ചറെ പോലെയുള്ള ആളുകളെ ഞങ്ങൾ പുണ്യാഹം തെളിച്ച് മാറ്റണം. കാരണം അങ്ങനെയുള്ള ആളുകളൊന്നും നമ്മുടെ പ്രദേശത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റൂല. അതാണല്ലോ പ്രചരണം. ഹൈന്ദവന്റെ വീട്ടിൽ ക്രിസ്തുമസ് വിളക്ക് തൂക്കാൻ വേണ്ടി പാടില്ല, ക്രിസ്തുമസ് കേക്ക് മുറിക്കാൻ വേണ്ടി പാടില്ല. അതൊന്നല്ല കേരളം. കേരളത്തിൽ ക്രിസ്തുമസ് വന്നാൽ നമ്മുടെ എല്ലാ വീടുകളിൽ വിളക്കുകൾ തെളിയും, ക്രിസ്തുമസ് കേക്ക് ഞങ്ങൾ മുറിക്കും. റമദാൻ മാസം വന്നാൽ 29 നോൻപെടുക്കുന്ന എത്രയോ ഹൈന്ദവ മത വിശ്വാസികൾ നമുക്കിടയിലുണ്ട്. ഓണം വന്നാൽ പൂക്കളമിടാൻ വേണ്ടി ഖദീജ വന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുന്ന നല്ല നാട്, നല്ല മനുഷ്യരുടെ നാടാണ് നമ്മുടേത്. മതത്തിന്റെ ശ്വാസത്തിനപ്പുറത്തേക്ക് മനുഷ്യരാണ് എന്ന ചിന്ത നമുക്കുണ്ടായിരുന്നു. ഏതാനും ദിവസം മുമ്പ് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. ആ പരിപാടി നടക്കുന്നതിന്റെ തൊട്ടടുത്ത് അവിടെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയാണ്. ആ ക്ഷേത്രത്തിന്റെ പേരാണ് പനമ്പറ്റ താഴെത്തടം ക്ഷേത്രം. പനമ്പറ്റ താഴെത്തടം ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താ? ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത അവിടെയുള്ള പരദേവത വിഷ്ണുമൂർത്തി കെട്ടിയാടിയാൽ ആദ്യം പോകുന്നത് ക്ഷേത്രത്തിന്റെ അകത്തേക്കല്ല. പരദേവത വിഷ്ണുമൂർത്തി കെട്ടിയാടിയാൽ നേരെ പോകുന്നത് പനമ്പറ്റ പള്ളിയിലേക്കാണ്, മുസ്ലിം പള്ളിയിലേക്കാണ്. മുസ്ലിം പള്ളിയിലേക്ക് പോകുമ്പോ പള്ളിമുറ്റത്ത് അരി വിതറിയിട്ട് മുസ്ലിം സഹോദരന്മാർ പരദേവതയും കാത്ത് പള്ളിമുറ്റത്ത് കാത്തിരിക്കും. ആ പള്ളിമുറ്റത്ത് വിതറിയ അരിയിൽ ചവിട്ടി പള്ളിക്കകത്ത് പോയി പള്ളിക്കകത്തുള്ള ഖബറിടത്തിൽ വണങ്ങിയിട്ട് പരദേവതയായ വിഷ്ണുമൂർത്തി പള്ളിക്കാർ നൽകിയിട്ടുള്ള പീഠത്തിന്റെ ഉയരത്തിൽ കയറി ഉറക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പള്ളിയുടെ ഉയർച്ചയിലാണ് പള്ളി അറയിലിരിക്കുന്ന എനിക്ക് സന്തോഷം എന്നുള്ളതാണ്. ഒരു മുസ്ലിം പള്ളിയുടെ ഉയർച്ചയിലാണ് പള്ളി അറയിലിരിക്കുന്ന എനിക്ക് സന്തോഷം എന്ന് പറയുന്ന പരദേവതമാരുടെ മനസ്സ് മലയാളിക്കുണ്ട്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിപ്പള്ളിയിലെ നേർച്ച നടക്കണമെങ്കിൽ 18 പെട്ടി വരണം. 18